Hi all, welcome to Codigo, the Coding Hub. നമ്മൾ ഇന്ന് ഡിക്ഷണറി വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ടു ഗെറ്റ് മോർ ഫെമിലിയർ. അതായത് ഡിക്ഷണറി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് വെച്ചിട്ട് ചെയ്തിട്ടായിരുന്നു ഒരു ലോഗിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇന്ന് അതായത് ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും അത് നമ്മൾ ഇന്ന് ഡിക്ഷണറി വെച്ചിട്ട് ചെയ്യാം, കുറച്ചുകൂടി ഈസി ആയിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദാറ്റ്. So let me create a login dict. Okay, login dictionary or whatever നിങ്ങൾക്ക് പേര് കൊടുക്കാം. Okay, dictionary first Mithun is actually the username. Okay, അതിന്റെ പാസ്വേഡ് ആണ് ഞാൻ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. സോ വാല്യൂ ഓൾസോ ഞാൻ സ്ട്രിംഗ് ആയിട്ട് എടുക്കുന്നത്. Okay, 1 2 3 @abc. Okay, that's the password. Second one, Aju is actually next username and the password is abz@123. Okay, and the third one, Raju. Okay, that will be xyz@111. Okay, that's the password. So ഇവിടെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ നേരത്തെ ലോഗിൻ പ്രോബ്ലം ചെയ്തപ്പോൾ രണ്ട് ലിസ്റ്റിലാണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഗീവ് യൂസർ നെയിം ഒരു ലിസ്റ്റിലായിരുന്നു, പാസ്വേഡ് വേറെ ലിസ്റ്റിലായിരുന്നു. നമുക്ക് രണ്ടും വേറെ വേറെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ ദാറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് അല്ലെ. വെരി ഡിഫിക്കൽട്ട് എന്നല്ല, നമ്മൾ ഒരു ഇൻഡെക്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വാട്ട്. ഓക്കെ, സോ നമുക്ക് മൂന്നെണ്ണം മതി തൽക്കാലം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദ ഐഡിയ. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. എന്ത് ചെയ്യാം? ഇൻപുട്ട് റീഡ് ചെയ്യാം അല്ലെ. നമ്മൾ ആദ്യം യൂസറുടെ കയ്യിൽ നിന്ന് യൂസർ നെയിം റീഡ് ചെയ്യാം. യൂസർ നെയിം ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഇൻപുട്ട് ഓഫ്. ഫോർ ലൂപ്പിന്റെ ആവശ്യമുണ്ടോ? വേണമെങ്കിൽ ഫോർ ലൂപ്പ് ചെയ്യാം, പക്ഷെ നമുക്ക് അത്രയും ആവശ്യമുണ്ടോ? നമ്മൾ ഓൾറെഡി വി ഹാവ് ദ ഫംഗ്ഷൻ ഇൻ അല്ലെ. സോ enter the user name. Okay, so input റീഡ് ചെയ്യാം. എങ്ങനെ റീഡ് ചെയ്യാം? ഓക്കെ, ഓൾറെഡി റീഡ് ചെയ്തു. എങ്ങനെ ചെക്ക് ചെയ്യാം ഈ ലോഗിൻ ഡിക്റ്റിൽ ആ യൂസർ നെയിം ഉണ്ടോ എന്ന്? ജസ്റ്റ് if വെച്ചാൽ മതി. if that user name in yes, we have login dict dot keys അല്ലേ. ലോഗിൻ ഡിക്റ്റ് ഡോട്ട് കീസ് കിട്ടിയില്ലേ? സിമ്പിൾ. ലോഗിൻ ഡിക്റ്റ് ഡോട്ട് കീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. റൈറ്റ്? അപ്പോ ഉണ്ടെങ്കിൽ അല്ലെ, ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? യൂസർ നെയിം പാസ്വേഡ് റീഡ് ചെയ്യണം അല്ലെ. പാസ്വേഡ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് enter the password. ഓക്കെ, ഇല്ലെങ്കിലോ? എൽസിൽ നമ്മൾ എന്ത് പറയണം? പ്രിന്റ് ഇൻവാലിഡ് യൂസർ നെയിം അല്ലെ. ഇൻവാലിഡ് ആണ്. ഓക്കെ, ഇനി പാസ്വേഡ് റീഡ് ചെയ്തു. ഇനി പാസ്വേഡ് അത് ചെക്ക് ചെയ്യണ്ടേ? നമുക്ക് ഓൾറെഡി കീ ഉണ്ട്, അത് പാസ്വേഡ് വെച്ച് ചെക്ക് ചെയ്താൽ പോരെ. if കൂടി ഇടുന്നു. ഇപ്പൊ റീഡ് ചെയ്ത പാസ്വേഡ് ഈക്വൽ ടു നമ്മുടെ ലോഗിൻ ഡിക്റ്റ് ഓഫ് യൂസർ നെയിം. നമ്മളിപ്പോൾ റീഡ് ചെയ്ത യൂസർ നെയിം അല്ലെ. ആ ലോജിക് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ലോഗിൻ ഡിക്റ്റ് ഓഫ് യൂസർ നെയിം എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. നമുക്ക് ഇൻഡെക്സ് പൊസിഷനോ ഒന്നും ആവശ്യമില്ല അല്ലെ. ഇപ്പം അജു എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തെങ്കിൽ അജു, ഈ ലോഗിൻ ഡിക്റ്റ് ഓഫ് അജു abc@123 വരും. ഞാൻ എൻ്റർ ചെയ്ത പാസ്വേഡും കറസ്പോണ്ടിങ് പാസ്വേഡ് ഈക്വൽ ആണെങ്കിൽ ഐ വിൽ സേ പ്രിന്റ് വെൽക്കം. വേണമെങ്കിൽ ഫോർമാറ്റ് സ്ട്രിംഗ് യൂസ് ചെയ്യാം. വെൽക്കം യൂസർ നെയിം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിലോ പാസ്വേഡ് തെറ്റാണെങ്കിലോ എൽസ് പ്രിന്റ് wrong password. That's it. നമ്മൾ പിന്നെയും പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. മൾട്ടിപ്പിൾ ടൈംസ് പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ. ഓക്കെ, 2 പ്രാവശ്യം ആണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം കൗണ്ട് ഒക്കെ വെച്ചിട്ട്. സോ ദാറ്റ്സ് ഫൈൻ. നമ്മളിപ്പം ജസ്റ്റ് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഉദ്ദേശം ഡിക്ഷണറി ക്ലിയർ ആകുന്നതാണ്. സോ വി ഗോട്ട് ദിസ് പ്രോബ്ലം ക്ലിയർലി. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എൻ്റർ യൂസർ നെയിം. സോ ഞാൻ ആദ്യം ഇല്ലാത്ത ഒരു ആളുടെ കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരാളില്ല അല്ലെ. HVDJHB എന്ന് പറഞ്ഞ ഒരാൾ ഇതിൻ്റെ അകത്തില്ല. റൺ ഇറ്റ്. ഇൻവാലിഡ് യൂസർ നെയിം. ഗ്രേറ്റ്. ഓക്കെ, വർക്കിംഗ് ഫൈൻ. ഇനി ഞാൻ ഉള്ള ഒരാളുടെ യൂസർ നെയിം കൊടുക്കാം, അതിന്റെ പാസ്വേഡ് തിരിച്ചു കൊടുക്കാം. ഓക്കെ, സോ എൻ്റർ ദ യൂസർ നെയിം ആക്ച്വലി മിഥുൻ അതിൻ്റെ അകത്തുണ്ട്. സോ ഇറ്റ്സ് ആസ്കിംഗ് പാസ്വേഡ്. സോ വർക്കിംഗ് ഫൈൻ. പാസ്വേഡ് ഞാൻ പക്ഷേ abc@123 അജുവിന്റെ പാസ്വേഡാണ് കൊടുക്കുന്നത്.
abc@123. ഇത് വർക്ക് ചെയ്യും? നെവർ. റോങ് പാസ്വേഡ്. സോ വർക്കിംഗ് വെരി വെൽ. ഓക്കെ, സോ ഒന്നുകൂടി തന്നെ ചെയ്ത് നോക്കാം. ഇനി ഇല്ല തന്നെ കൊടുക്കാം. ഓക്കെ, ഞാൻ രാജു ആണ് യൂസർ നെയിം. ഓക്കെ, പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നു. xyz@111 ഇറ്റ്സ് മൈ പാസ്വേഡ്. സോ ഇത് പാസ്വേഡ് യൂസർ നെയിം കറക്റ്റ് ആണ്. സോ യു ഷുഡ് ഗെറ്റ് വെൽക്കം രാജു. You getting welcome Raju? So yeah, you are getting the output properly. So നമ്മൾ ലിസ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ this is more clear, അല്ലെ, more easier. നമ്മൾ അവിടെ നിന്ന് ഇൻഡെക്സ് കണ്ടുപിടിച്ചിട്ട് കറസ്പോണ്ടിങ് പാസ്വേഡ് ഇപ്പുറത്തെ ലിസ്റ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ എവറിത്തിങ് ഈസ് അല്ലേ കീ വാല്യൂ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. സോ ഡയറക്ട്ലി യു ക്യാൻ ഡു. ഇത് ഫോർ ലൂപ്പ് വെച്ചാണെങ്കിൽ ഫോർ ലൂപ്പ് ചെയ്യാം കേട്ടോ. But that will be difficult. എന്തിനാ അത്രയും നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് അത്രയും പണിയെടുക്കുന്നത്? You can do it easily by using this in method and all. Okay, so that's it. This is how you can check a user is existing in a dictionary, or I mean by using this login concept. Okay, ഒരു ഡിക്ഷണറിന്റെ അകത്ത് ഒരു ആളുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്തിട്ട് അയാളുടെ കറസ്പോണ്ടിങ് പാസ്വേഡ് മാച്ച് ചെയ്തിട്ട് ലോഗിൻ ക്രെഡൻഷ്യൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, വെരി സിമ്പിൾ. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ടു മീ. ഓക്കെ, നമ്മൾ ഇന്ന് ഒരു കൺസെപ്റ്റ് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു കോംപ്ലക്സ് കളക്ഷൻ ഐറ്റം. ദാറ്റ് വിൽ ബി സംവാട്ട് ഒരു ന്യൂ കൺസെപ്റ്റ് ആയിരിക്കും, പക്ഷെ സിമ്പിൾ ആണ്. ഓക്കെ, ഞാനിപ്പോ ഒരു സ്റ്റുഡന്റ് ഡിക്ഷണറി ഇങ്ങനെ ഡിക്റ്റ് ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനത് പിന്നെ വെറുതെ കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, സ്റ്റുഡന്റ് ഡിക്ഷണറി ആണ്. അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഓക്കെ യൂസർ നെയിം ആണ്. കീ എന്ന് പറയുന്നത് യൂസർ നെയിം ആണ്. സോ സംതിങ് ലൈക്ക് മിഥുൻ. ഓക്കെ, സോ മാർക്കാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. 78 out of 100. ഓക്കെ, സോ നെക്സ്റ്റ് പേഴ്സൺ റാഫി, 56. Okay, next person John, 99. He's very brilliant. So മൂന്നാളുടെ മാർക്കും അയാളുടെ കീ ആയിട്ട് അയാളുടെ യൂസർ നെയിം ആണ് കൊടുത്തന്നിരിക്കും. ഓക്കെ, എനിക്കിത് വേണമെങ്കിൽ റോൾ നമ്പർ കൊടുക്കാം കേട്ടോ. കീ ആയിട്ട് എപ്പോഴും പേര് കൊടുക്കണമെന്നില്ല. മേ ബി പേര് കൊടുക്കുന്നത് യൂസർ നെയിം കൊടുക്കുന്നത് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും, കാരണം രണ്ട് പേരുള്ള ഒരേ യൂസർ വരാം. ഇതിലിപ്പോ എന്താ പുതിയത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതല്ല പുതിയത്. This is actually marks of science അല്ലെങ്കിൽ total average. I want to store marks of physics, chemistry, maths. Physics, chemistry, maths and computer science. 4 മാർക്ക്, ഒരാളുടെ 4 മാർക്ക് സ്റ്റോർ ചെയ്യണം. How do you store it? In dictionary. നമുക്ക് ലിസ്റ്റ് കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റിന്റെ അകത്ത് നെയിം, ഫിസിക്സിന്റെ മാർക്സ് ഒരു ലിസ്റ്റിൽ, കെമിസ്ട്രിന്റെ മാർക്ക് വേറൊരു ലിസ്റ്റിൽ, ഇംഗ്ലീഷിന്റെ മാത്സിന്റെ മാർക്ക് ഒരു ലിസ്റ്റിൽ, കമ്പ്യൂട്ടർ സയൻസിന്റെ മാർക്ക് വേറൊരു ലിസ്റ്റിൽ, അങ്ങനെ വളരെ വൃത്തിയായിട്ട രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യും അല്ലെ, 4 ലിസ്റ്റിലൊക്കെ ആയിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓരോ ലിസ്റ്റിന്റെ അകത്ത് ഇൻഡെക്സ് ഒക്കെ വെച്ചെടുത്ത് വെരി ഡിഫിക്കൽട്ട് പ്രോസസ്. അതല്ലാതെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം? സിമ്പിൾ ആയിട്ട്. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു ഹിന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കീന്റെ വാല്യൂ ആയിട്ട് വേറെ ലിസ്റ്റ് വരുന്നു. നമ്മൾ ഫ്രം കീസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത സമയത്ത് ഞാൻ ഫ്രം കീസ് ഓഫ് എന്നിട്ട് കൊടുത്തപ്പോൾ വാല്യൂ കൊടുത്തപ്പോൾ ഒരു ഡിക്ഷണറി കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേ കൺസെപ്റ്റ്. അതായത് ഇത് ആക്ച്വലി കോംപ്ലക്സ് കളക്ഷൻ ഐറ്റം എന്ന് പറയും. അതായത് ഒരു കളക്ഷൻ ഐറ്റത്തിനുള്ളിൽ വേറൊരു കളക്ഷൻ ഐറ്റം വരും. അപ്പൊ മെയിൻ കളക്ഷൻ ഐറ്റം എന്ന് പറയുന്നത് ഡിക്ഷണറിയാണ്. ഇതിന്റെ ഉള്ളിൽ ലിസ്റ്റ് വരിക. ഓക്കെ, അതായത് ഡിക്ഷണറിയാണ് മെയിൻ. ഡിക്ഷണറിന്റെ വാല്യൂ ആയിട്ട് ലിസ്റ്റ് വരിക. ഓക്കെ, സോ ഫൈൻ, ലൈക്ക് ദിസ്. സോ ഈ ലിസ്റ്റിന്റെ അകത്ത് യു ഹാവ് ദ മാർക്സ് ലൈക്ക് ഫസ്റ്റ് ഫിസിക്സിന്റെ മാർക്ക് 78, then chemistry mark 56, then 99 for physics, and the last one physics, chemistry, maths, and last one computer science. Computer science I'm getting 85, like this. Okay, ഒരു കളക്ഷൻ ഐറ്റത്തിന്റെ ഉള്ളിൽ വേറൊരു കളക്ഷൻ ഐറ്റം വരും. അതായത് ഡിക്ഷണറി മെയിൻ, ഡിക്ഷണറിന്റെ ഉള്ളിൽ ഡിക്ഷണറിന്റെ വാല്യൂ ആയിട്ട് ലിസ്റ്റ് വരും. You got it right? Fine. So ഇവിടെ നമുക്ക് അതുപോലെ കൊടുക്കാം. Okay, so something 75, 73, 89,
88, something like this. Okay. So 54, 55, 54, 56, 99, something like that. He's very brilliant in computer science. Okay, like this. You got the idea, I think. Just think about it. ഒരു കളക്ഷൻ ഐറ്റത്തിന്റെ ഉള്ളിൽ വേറൊരു കളക്ഷൻ ഐറ്റം വരും. അല്ലെങ്കിൽ ഇവിടുത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിക്ഷണറി ആണ് മെയിൻ. ഡിക്ഷണറിയുടെ ഉള്ളിൽ ഡിക്ഷണറിയുടെ വാല്യൂ ആയിട്ട് ലിസ്റ്റ് വരും. സോ ഒരു കളക്ഷൻ ഐറ്റത്തിനുള്ളിൽ ഒരു കളക്ഷൻ. സോ കോംപ്ലക്സ് കളക്ഷൻ ഐറ്റംസ്. Got it? Okay. I will explain you one more collection item. Student dict is equal to, so I'm just copy pasting everything. ഇവിടെ നമുക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അല്ലേ? ഈ മാർക്ക് ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാത്തൊരു ഇഷ്യൂ വരും. ഓക്കെ, അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇപ്പോ ഡിക്ഷണറിന്റെ ഉള്ളിൽ ഡിക്ഷണറിന്റെ ഉള്ളിൽ ലിസ്റ്റ് ആവുന്നത്. വാട്ട് അബൌട്ട് ഡിക്ഷണറിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ഡിക്ഷണറി? അതായത് സ്റ്റുഡന്റ് ഡിക്ഷണറി എന്ന് പറയുന്ന മെയിൻ ഡിക്ഷണറിന്റെ വാല്യൂ ആയിട്ട് വേറെ ഒരു ഡിക്ഷണറി വരും. പോസിബിൾ, റൈറ്റ്? ഈ ഡിക്ഷണറിന്റെ കീ ആയിട്ട് സബ്ജക്റ്റ് വരും. സംതിങ് ലൈക്ക് ഫിസിക്സിന്റെ മാർക്സ് എത്രയാ? 78. ഓക്കെ. സെക്കൻഡ് വൺ കെമിസ്ട്രിന്റെ മാർക്സ് ആയിട്ട് കീ വാല്യൂ പെയർ ആണ് എല്ലാം. കെമിസ്ട്രിന്റെ മാർക്ക് ആയിട്ട് 89. ഓക്കെ. അടുത്തത് ദെൻ മാത്സിന്റെ മാർക്ക് ആയിട്ട് ഒരു 98. I'm very brilliant in math. Last one, computer science. Sorry, 85. Okay, like this. So ഇവിടെ very important thing, ഒരു ഡിക്ഷണറിയുടെ വാല്യൂ ആയിട്ട് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് കണ്ടു. ഇപ്പോൾ ഒരു ഡിക്ഷണറിയുടെ വാല്യൂ ആയിട്ട് വേറെ ഒരു ഡിക്ഷണറിയാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് തിങ്ക്. ഇതിപ്പോൾ ഞാൻ സെയിം വാല്യൂ കൊടുത്തത്, കോപ്പി പേസ്റ്റ് ചെയ്തത്. ഐ ആം വെരി ലേസി. സോ സെയിം കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേറെ വേറെ ഓരോ ആളുടെ ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ ഒക്കെ മാർക്ക് ഡിഫറെന്റ് ആയിരിക്കും. യു ക്യാൻ ചേഞ്ച് ഇറ്റ്. ഓക്കെ, സോ ജസ്റ്റ് തിങ്ക് ദിസ്, ജസ്റ്റ് ചെക്ക് ഇറ്റ് ഡൗൺ. ഒരു ഡിക്ഷണറി മെയിൻ ഡിക്ഷണറിന്റെ ഉള്ളിൽ കീയുടെ വാല്യൂ ആയിട്ട് വേറൊരു ഡിക്ഷണറി, മേ ബി ആ ഡിക്ഷണറിയുടെ ഉള്ളിൽ വീണ്ടും വേറെ എന്തെങ്കിലും വരാം, ലിസ്റ്റോ ടപ്പിളോ ഡിക്ഷണറി എന്ത് വേണമെങ്കിലും വരാം. So this is how a complex collection item works. Okay, so do one thing. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ രണ്ട് സാധനങ്ങളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എന്നിട്ട് ഇതിനെ ഐട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. സംതിങ് ലൈക്ക് ഇതിനകത്ത് ഓരോ ആളുടെയും ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആവറേജ് മാർക്സ്. ഈ സ്റ്റുഡന്റ് ഡിക്ഷണറിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സ്റ്റുഡന്റ് ഡിക്ഷണറിയിലെ ആവറേജ് മാർക്സ് കണ്ടുപിടിക്കുക. രണ്ട് വെച്ചിട്ട്, ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കുക, ഇത് വെച്ചിട്ട്, രണ്ടിനും ഒരേ പ്രോബ്ലം. ഓക്കെ, ആദ്യത്തെ സ്റ്റുഡന്റ് ഡിക്ഷണറി 1, ഇത് മേ ബി സ്റ്റുഡന്റ് ഡിക്ഷണറി 1, ദിസ് ഈസ് സ്റ്റുഡന്റ് ഡിക്ഷണറി 2. രണ്ടിലും ഓരോ പേഴ്സന്റെയും ആവറേജ് മാർക്സ് കണ്ടുപിടിക്കുക. അതായത് മിഥുന്റെ ആവറേജ് മാർക്ക് എത്ര, റാഫിയുടെ ആവറേജ് മാർക്ക് എത്ര, ജോണിന്റെ ആവറേജ് മാർക്ക് എത്ര കണ്ടുപിടിക്കുക. ഇത് വെച്ചിട്ട്, ഇത് രണ്ടും വെച്ചിട്ട്. സോ ദാറ്റ്സ് ആൻ അസൈൻമെന്റ് ഫോർ യു. ട്രൈ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് വി വിൽ ഡിസ്കസ് മോർ കളക്ഷൻ ഐറ്റം. അതായത് കളക്ഷൻ ഐറ്റംസിന്റെ കുറച്ചുകൂടി കോംപ്ലക്സ് കളക്ഷൻ ഐറ്റത്തിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So that's what an assignment for you. So just try it. Okay, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ just take in comment section, just ask in comment section, and ഇത് ചെയ്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ടും comment sectionൽ എഴുതുക. Okay, so thank you, see you in the next class.